CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയെ പ്രയോജനപ്പെടുത്തിയാൽ അവരെ അവിടെ വീക്കൻ ചെയ്യാൻ കഴിയും, ആ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതൊരു പ്രായോഗിക രാഷ്ട്രീയ സമീപനമാണ്. ഇപ്പോൾ കണ്ണൂരിലാണെങ്കിലും, ഇപ്പോൾ പയ്യന്നൂരിലോ തളിപ്പറമ്പിലോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും. ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിൽ ഒറ്റപ്പാലത്തോ ഷൊർണൂരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും. അതൊരു പ്രായോഗിക രാഷ്ട്രീയ ലൈനാണ്. പക്ഷെ ആ പ്രായോഗിക രാഷ്ട്രീയ ലൈൻ സംസ്ഥാനത്തെമ്പാടും തിരിച്ചടി ഉണ്ടാക്കാതെ നോക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കൂടി സ്വാഭാവികമായും മുന്നണി നേതൃത്വത്തിന് വേണ്ടേ? അല്ല, അത് തിരിച്ചടി ഉണ്ടാക്കാതെ നോക്കുക, അതെനിക്ക് അതൊരു ഹൈപ്പോത്തിരിക്കുന്ന സംഭവമാണ്. കാരണം വെച്ചാൽ ഈ ശശിയെ UDF ഏതെങ്കിലും അവസരത്തിൽ പിന്തുണച്ചു എന്ന് വെച്ച് ജനങ്ങളെല്ലാം UDF-നെതിരെ തിരിയുന്നൊക്കെ പറയുന്നത് ഒരു തരം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒരു നരേഷൻ അതിന് വേണമെന്നുള്ളത്. ഇവിടെ വിഷയം ശരിക്കും ഇതൊന്നുമല്ല എൻ്റെ അഭിലാഷേ. കാരണം വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, CPM-ന് ഭരണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏറെക്കുറെ അവർക്ക് തന്നെ തീർച്ചയായി, ആ പാർട്ടി നേതൃത്വത്തിന് തീർച്ചയായി. രണ്ടാമത്തത്, CPM-നെ കാത്തിരിക്കുന്നത്, ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPM-നെ കാത്തിരിക്കുന്നത് വലിയൊരു നേതൃശൂന്യതയാണെന്നും ഈ നേതാക്കൾക്കെല്ലാം അറിയാം. അപ്പോൾ കേരളത്തിൽ ഇനി CPM-ന്റെ നേതൃത്വം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നേതൃത്വം അത് ഏത് വിധത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും ആ നേതൃത്വം ഫോം ചെയ്യുന്നത്, ആ നേതൃത്വത്തിൻ്റെ കീഴിൽ എത്ര പേർ, എങ്ങനെയുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയും, ഇത്തരത്തിലുള്ളൊരു ഭീതിയൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ നല്ലവണ്ണമുണ്ട്. CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ കേരളത്തിൽ നേരിടുകയാണ്. കാരണം അധികാരം പണ്ടൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷമൊക്കെ അവർ അധികാരമില്ലാതെ പുറത്തിരുന്നിട്ടുണ്ട്. 67 മുതൽ 69 ഭരിച്ചിട്ട് പിന്നെ 80 ആന്റി കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് വീണ്ടും അധികാരത്തിൽ കയറുന്നത്. എന്നിട്ട് 20 മാസമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ 87 4 വർഷം. അപ്പോഴൊക്കെ വർഷങ്ങളോളം അധികാരത്തിന് പുറത്തിരിക്കാൻ CPM-ന് കഴിഞ്ഞു. കാരണം അതിന് ആ സമയത്തൊരു പ്രത്യയശാസ്ത്ര ദൃഢതയുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്ര ദൃഢത നഷ്ടപ്പെട്ടതോടുകൂടി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, എന്തെങ്കിലും അധികാരവും പദവിയും കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭീതി എല്ലാവർക്കും വന്നപ്പോൾ അതാണ് ഈ ശൈല ടീച്ചറൊക്കെ പറയുന്നത് എനിക്കെന്തുകൊണ്ട് മത്സരിച്ചുകൂടാ, അല്ലെങ്കിൽ ജി സുധാകരൻ പറയുന്നത് എനിക്കെന്തുകൊണ്ട് മത്സരിച്ചുകൂടാ. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ ഈ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. പിണറായി വിജയനും അദ്ദേഹത്തിന് താല്പര്യമുള്ള ഗോവിന്ദനെ പോലത്തെ 2 3 പേരും മാത്രമായി ഈ പാർട്ടി ചുരുങ്ങിയപ്പോൾ ഇവരോടൊപ്പം നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ആളുകൾക്കല്ലാതെ മറ്റാർക്കും ഈ പാർട്ടിയിൽ കാര്യമില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ നശിക്കുക, ഈ 2 ഓപ്ഷനെ ഈ പാർട്ടി നേതാക്കളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ശശി ആയാലും സുധാകരനായാലും ഇവരെല്ലാവരും ഈ ശൈലജ കടന്ന് പൊട്ടിക്കരഞ്ഞതും എല്ലാം ഇതിൻ്റെ അടിസ്ഥാന. കാരണം ശൈലജയെ പോലൊരു നേതാവിന് അത് അവരെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒഴിവാക്കാതിരുന്നത്. അവരെ ഒഴിവാക്കിയാലും മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് അവരെ ഈ പേരാവൂർ സീറ്റിലേക്ക് ബലി കൊടുക്കാൻ വേണ്ടി പാർട്ടി വിട്ടത്. യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ആന്തരികമായ വലിയ പ്രതിസന്ധിയുടെ സൂചനകളാണ് ഇവയെല്ലാം. അല്ലാണ്ട് നമ്മൾ വെറും PK ശശിയുടെ കാര്യം മാത്രമായിട്ട് പാലക്കാട് കുറച്ച് ഇന്റേണലായിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ചുരുക്കരുത്. ആ പാർട്ടി നേരിടുന്ന വലിയ ആന്തരിക പ്രതിസന്ധി, ആ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു നേതാക്കൾക്കും അറിയില്ല. പിണറായി വിജയൻ ദുർബലനായി തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ദുർബലനായി കഴിയുന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാം. ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടിനെ എന്ത് ചെയ്യുന്നുള്ള പേടി വന്നപ്പോഴാണ് ഈ ഒരു വലിയ വിട്ടൻ നേതാക്കൾ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഷംസീറിനെ പോലൊരു നേതാവിന് സീറ്റില്ല, M സ്വരാജിന് സീറ്റില്ല. ഈ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ നയിക്കാൻ കൊള്ളാവുന്നൊരു നേതാവായിരുന്നു M ഷംസീർ, അദ്ദേഹത്തിന് സീറ്റില്ല. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വലിയ തോതിലുള്ള ആന്തരിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും പാർട്ടി തകർന്നത്. അതേ ആന്തരിക സംഘർഷം ഇവിടെയും പാർട്ടിയുടെ ചരമക്കുറിപ്പ് എഴുതും. അല്ലാണ്ട് ശശിയോ സുധാകരനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ ഇതൊന്നുമല്ല വിഷയം. പാർട്ടി നേരിടുന്ന വലിയ ആന്തരിക പ്രതിസന്ധി തന്നെയാണ് വിഷയം. ശരി.